ജോർജ് പനക്കലച്ചൻ്റെ ഓട്ടക്കളത്തിലെ നമ്മൾ. നമ്മെ പരിഹസിച്ച് ആരെങ്കിലും ഒരു ഇരട്ടപ്പേര് വിളിച്ചു എന്നിരിക്കട്ടെ, പിന്നെ നമുക്ക് സദാ അതേക്കുറിച്ചാണ് ചിന്ത. എന്നാലും അവനോ അവളോ എന്നെ അങ്ങനെ വിളിച്ചല്ലോ, ഇനി എല്ലാവരും അങ്ങനെ ആവില്ലേ എന്നെ കാണുക. ഇങ്ങനെ ദിവസം മുഴുവൻ ആ വിഷയത്തെ കേന്ദ്രമാക്കിയാവുന്നു ചിന്ത. തൽഫലമായി വേണ്ടാത്ത ദുഃഖവും നിരാശയുമൊക്കെ മനസ്സിൽ കുമിഞ്ഞുകൂടുന്നു. എന്നാൽ തിരിച്ചറിയുക, മനുഷ്യവാക്കുകൾക്ക് ദീർഘായുസില്ല. ഇന്ന് പുകഴ്ത്തി പറയുന്നവർ നാളെ നമ്മളെ തീർച്ചയായും താഴ്ത്തി പറഞ്ഞെന്ന് വരും. നൈമിഷികമാണ് മനുഷ്യ വചസ്സുകൾ. നാം അവയെ ഭയപ്പെടരുത് ഒരിക്കലും. നിമിഷങ്ങൾക്കുള്ളിൽ ചിന്തയിൽ നിന്ന് വിട്ടുപോകേണ്ട അതിനെ നിത്യതയുടെ പരിവേഷത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അനേകം പേരുടെ ജീവിതം ദുഃഖത്തിന് അടിപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം നൈമിഷികമായതിനെ നിത്യതയായി മാറ്റി തലയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. നിസ്സാരമായി തള്ളിക്കളയേണ്ട അനേകം കാര്യങ്ങൾ പ്രാധാന്യം നൽകി സൂക്ഷിച്ചു വയ്ക്കുന്നു. ചെറുതായി അതിനെ കാണാൻ തയ്യാറായാൽ അത് ചെറുതായിക്കൊള്ളും. മറിച്ച് വലുതായി കാണാൻ ശ്രമിക്കുമ്പോഴാണ് വലുതായിട്ട് അനുഭവപ്പെടുന്നത്. ദീർഘായുസ്സുള്ളതും നിത്യമായിട്ടുള്ളതും ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. ഏശയ്യ 35:10. സൗന്ദര്യത്തെക്കുറിച്ച്, സ്വഭാവത്തെയും കഴിവിനെയും കുറിച്ച് എത്രയോ പരാമർശങ്ങൾ കേട്ടാണ് നാം വളർന്നു വന്നത്. അപ്പോൾ അവ തള്ളിക്കളയുന്നില്ലെങ്കിൽ ഇവ നമ്മളെ ഭരിക്കാൻ ഇടയാകും. സാധാരണഗതിയിൽ 10 മിനിറ്റ് കൊണ്ട് ഉറങ്ങേണ്ട ഒരു കുഞ്ഞുറങ്ങിക്കോ എന്ന് കയ്യിലെടുത്ത് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നാൽ 3 മിനിറ്റ് കൊണ്ട് ഉറങ്ങിപ്പോയെന്ന് വരും. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. തലയ്ക്കകത്ത് സൂക്ഷിച്ചാൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ബോധപൂർവം കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ജീവിതത്തെ ഭരിക്കും. നാം അറിയാതെ ചിന്തകളെ സ്വാധീനിക്കും. ബാല്യത്തിലോ വിദ്യാഭ്യാസകാലത്തോ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമോ ചില പ്രത്യേക സാഹചര്യത്തിൽ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് വാക്കുകളിലൂടെ മുറിവേറ്റിരിക്കാം. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തവണ്ണം തലയ്ക്കകത്ത് വിങ്ങലുകളും ദുഃഖങ്ങളുമായി എത്രയോ പേർ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് തലയ്ക്കകത്ത് കിടന്ന് മനുഷ്യനെ രോഗിയാക്കി മാറ്റാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വൈകാതെ അവയെ ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടേതുമായി താരതമ്യപ്പെടുത്തുന്നവർ. ഇങ്ങനെ താരതമ്യപ്പെടുത്തി അപകർഷതയുടെ ചിന്തകളാൽ ഭരിക്കപ്പെടാൻ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നവർ. തൻ്റെ കഴിവിനെ മറ്റൊരാളുടേതുമായി തുലനം ചെയ്ത് തന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് എപ്പോഴും ചിന്ത. സ്വന്തം സൗന്ദര്യത്തെ വേറൊരു വ്യക്തിയുടെ സൗന്ദര്യവുമായി താരതമ്യപ്പെടുത്തി തന്നെ കാണാൻ കൊള്ളുകയില്ല എന്ന് ചിന്തിക്കുക. കണ്ണ്, മൂക്ക്, മുഖം തുടങ്ങിയ അവയവങ്ങളെപ്പോലും മറ്റുള്ളവരുടേതിനോട് താരതമ്യം ചെയ്യുക. അങ്ങനെ താരതമ്യപ്പെടുത്തി ഉണ്ടാക്കുന്ന അപകർഷ ചിന്ത. ഈ ചിന്തയുടെ ഫലമായി വ്യക്തിക്ക് വളരാനാവില്ല. അസൂയയും അഹങ്കാരവുമൊക്കെ ഇതിന് കൂട്ടായെത്തും. ഈ ചിന്തകൾ സഹജീവികളുമായുള്ള നമ്മുടെ ബന്ധത്തെ തകർത്ത് കളയും. നമ്മൾ പുറത്തു പറയുന്ന കാരണമല്ല യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള കാരണം. യഥാർത്ഥ കാരണം നാം ഉള്ളിൽ ഒളിച്ചു വയ്ക്കുകയാണ്. നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം നമ്മുടെ ഉള്ള് പരിശോധിക്കട്ടെ. സഹോദരനെ ശത്രുവായി കാണാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകൾ ദൈവത്തിൻ്റേതല്ല, സാത്താൻ്റേതാണ്. മറ്റുള്ളവർ കാരണം തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്നാവാം ചിലപ്പോൾ ചിന്ത. അവരുടെ സാന്നിധ്യത്തിൽ താൻ ഒന്നുമല്ലാത്തവനായി മാറുന്നു. അതുകൊണ്ട് എന്നേക്കുമായി മറ്റേയാളെ രംഗത്ത് നിന്ന് മാറ്റിക്കളയണം. ഇങ്ങനെയൊക്കെ നമ്മുടെ കൊച്ചു തലയ്ക്കകത്ത് തോന്നുവാനിടയുണ്ട്. ഓട്ടക്കളത്തിലേക്ക് നോക്കുക. ഓരോ വ്യക്തിയും ഓടുന്നത് അവർക്കായി നിശ്ചയിച്ചിരിക്കുന്ന ചാലിലൂടെയാണ്. ഒരാൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചാലിൽ കയറി മറ്റൊരാൾക്ക് ഓടാൻ അവകാശമില്ല. അവരവരുടെ കഴിവുപയോഗിച്ചാണ് ഓരോരുത്തരും ഓടുന്നത്. വരകൾക്ക് ഉള്ളിലോ മുൻപിലോ മറ്റാരുമില്ല. ശൂന്യം. നമ്മൾ വളരുന്ന മേഖല ശൂന്യമാണ്. അവിടെ വേറെ ആർക്കും കടന്നു വരാനാവില്ല. ആരൊക്കെയോ കടന്നു വരുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. അത് സത്യമല്ല. നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. പള്ളി പരിസരത്ത് പണിശാലകളും വിപണന കേന്ദ്രങ്ങളും ഉയരട്ടെ.
എന്ന് ശ്രീ PJ ആന്റണി, ചീഫ് എഡിറ്ററിൻ്റെ എഡിറ്റോറിയൽ ഭാഗം ഇങ്ങനെയാണ്: ഒരു മനസമ്മത ചടങ്ങിൽ പങ്കെടുക്കാൻ പനക്കലച്ചനോടൊപ്പം പ്രശസ്തമായ മുതലക്കോടം പള്ളിയിൽ പോയപ്പോഴുണ്ടായ ഒരനുഭവമാണ് ഇത്തവണത്തെ കുറിപ്പിനാധാരം. ചടങ്ങെല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ മുറിയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. കൂടെ വികാരിയച്ഛനും വന്നു. അപ്പോൾ പള്ളിമുറ്റത്ത് ഒരു പന്തലൊരുങ്ങുകയാണ്. എന്തിനാണ് ഈ പന്തൽ എന്ന് ചോദിച്ചപ്പോൾ വികാരിയച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, നാളെ ഞായറാഴ്ചയല്ലേ, ആ ദിവസം പള്ളിയിൽ വരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്ന ചന്തയാണ് ഒരുങ്ങുന്നത്. വളരെ നല്ലത് എന്ന് പറഞ്ഞ് തിരിച്ചു യാത്ര പോരുമ്പോൾ പനക്കലച്ചൻ അതിൻ്റെ പൂർണ്ണ വിവരം പങ്കുവച്ചു. ഓരോ ഞായറാഴ്ചയും തങ്ങളുടെ വീടുകളിലുണ്ടാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും വീട്ടുകാരുണ്ടാക്കുന്ന കറി പൗഡറുകളും അരിപ്പൊടികളും ഓരോരുത്തരും അവരുടെ പേരും വീട്ടുപേരും എഴുതി ഈ പള്ളി സ്റ്റാളിൽ കൊണ്ടുവയ്ക്കും. കൃഷിക്കാരുടെ ഉത്തമമായ ഉൽപ്പന്നങ്ങളും വീട്ടമ്മമാർ അവരവരുടെ ഒഴിവു സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടിയും അവലോസുണ്ടയും കറി പൗഡറുകളും അവരവരുടെ പേരെഴുതി ഈ സ്റ്റാളിൽ വയ്ക്കും. നല്ല നാടൻ സാധനങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വിൽക്കാനും ആവശ്യക്കാർക്ക് വാങ്ങാനും ഒരിടം. ഇതുവഴി ഒരു പുതിയ സ്നേഹത്തിൻ്റെ പരിസരം രൂപപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ പള്ളിക്കൂടം ആരംഭിക്കാൻ ഇടവക്കാർക്ക് കൽപ്പന നൽകിയ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെയാണ് ഓർമ്മ വന്നത്. അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് എല്ലാ ജാതിയിലും പെട്ട കുഞ്ഞുങ്ങൾക്ക് അക്ഷരം എന്ന ദൈവ വെളിച്ചം നൽകി വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഉച്ചയ്ക്ക് കഞ്ഞിയും കൊടുത്ത് പള്ളിക്കൂടങ്ങൾ പണിതുയർത്തിയ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ ഒന്നുകൂടി ഓർത്തു. ഈശോയുടെ സ്നേഹം അങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഇടത്തട്ടുകാർ വില നിശ്ചയിച്ച് തട്ടിയെടുക്കുമ്പോൾ നിവൃത്തിയില്ലായ്മ മൂലം അവരുടെ അധ്വാനത്തിന്റെ ഫലം വിൽക്കാൻ വിധിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കൃഷിക്കാർക്ക് ഇടത്തട്ടുകാരെ ഒഴിവാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് പള്ളിയിൽ വരുന്നവർക്ക് വിൽക്കാൻ കഴിയും. വീട്ടമ്മമാരുണ്ടാക്കുന്ന രാസവസ്തുക്കൾ കലരാത്ത അരിപ്പൊടിയും കറി പൗഡറുകളും ന്യായവിലയ്ക്ക് വിറ്റ് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലൂടെ പരസ്പരം വളരാൻ കഴിയും. കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർധന വരുത്തി ഉൽപ്പന്നങ്ങളാക്കുന്ന ചെറിയ ഗ്രാമ വ്യവസായങ്ങളും ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റിയ ചെറിയ വിൽപ്പനാ സ്റ്റോറുകളും നമ്മുടെ പള്ളി പരിസരങ്ങളിൽ ഉണ്ടായാൽ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും വിശുദ്ധിയുള്ള ഒരു കൂട്ടായ്മ രൂപം എടുക്കും. 6 ദിവസം അധ്വാനിച്ച ഈ ഭൂമിയെയും ഈ ഭൂമിയിലുള്ള സകലത്തിനെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ അധ്വാന പൈതൃകം ഈ കൂട്ടായ്മകൾ വഴി നിലനിർത്താൻ കഴിയും. അപ്പോൾ അവിടം പണിയെടുക്കുന്ന ദൈവത്തിന്റെ സുഗന്ധം കൊണ്ട് നിറയും. ഇത്തരം കൊച്ചു കൂട്ടായ്മകൾക്ക് വൻകിട കമ്പനികൾ ഓൺലൈൻ വഴി തട്ടിയെടുക്കുന്ന വീട്ടമ്മമാരുടെ വാങ്ങൽ സ്വഭാവത്തെയും കോർപ്പറേറ്റുകളുടെ പിടിയിലകപ്പെടുന്ന പാവപ്പെട്ട കൃഷിക്കാരെയും ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയുന്ന രക്ഷാകര പ്രസ്ഥാനം നാം വിടും. പ്രാർത്ഥനാപൂർവം ഈ സ്വപ്നം കേരളത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. സ്വപ്നം കാണുന്നവർ ഭാഗ്യവാന്മാർ, കണ്ട സ്വപ്നം നടപ്പിലാക്കുന്നവർ അതിലേറെ ഭാഗ്യവാന്മാർ. ജീവിത വിശുദ്ധിക്കായി യത്നിക്കുക എന്ന മാത്യു നായ്ക്കമ്പ്രമിലച്ചൻ്റെ ലേഖനം. ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് വിശുദ്ധി. ആദത്തിനും ഹവയ്ക്കും നൽകപ്പെട്ട ദാനം. പരിപൂർണമായ വിശുദ്ധിയിലായിരുന്നു അവർ. ആദ്യ പാപത്തോടെ അവർക്ക് അത് നഷ്ടമായി. അങ്ങനെ മനുഷ്യവംശം ആകെ പാപികളായി, പാപത്തിന് അടിമകളുമായി. രണ്ടാമത്തെ ആദമായ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണമായ വിശ്വസ്തത, അതായത് അനുസരണം വഴി മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ വചനം പാലിക്കുന്നവർക്ക് ആണ് ഈ അനുഗ്രഹം. വചനം പഠിപ്പിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനം വീണ്ടും ഉപദേശിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകുന്നു. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരപ്പെട്ട ജീവിതവും നൽകി പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവരെ താക്കീത് ചെയ്യും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും വലിയ പാപി എന്ന് ഉദ്ഘോഷിക്കുവാൻ വിശുദ്ധ പൗലോസിന് സാധിച്ചത് പരിശുദ്ധാത്മാവ് നൽകിയ തിരിച്ചറിവും ഹൃദയ എളിമയും മൂലമാണ്. കൂടാതെ പാപം ക്ഷമിക്കപ്പെട്ടതിൻ്റെ അതിരറ്റ സന്തോഷവും നന്ദിയും സ്തുതിയും വിശുദ്ധ പൗലോസിൽ നിറഞ്ഞു നിന്നു.
അതിനാൽ വിശുദ്ധ പൗലോസിൻ്റെ പാപബോധവും പശ്ചാത്താപവും അദ്ദേഹത്തെ ആനന്ദത്തിലേക്കും പ്രത്യാശയിലേക്കും നയിച്ചു. അനേകരെ മാനസാന്തരത്തിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും നയിക്കാമെന്നുള്ള പ്രത്യാശ വിശുദ്ധ പൗലോസിന് ലഭിച്ചു. ജീവിത വിശുദ്ധി പ്രാപിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തു. യേശുവിനെ ധ്യാനിക്കുക, അനുകരിക്കുക, അനുഗമിക്കുക. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 1 പത്രോസ് 1:15. വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവം തന്നെയാണ്. യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയരുക, യേശുവിനെ പോലെയാവുക. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തിരുന്ന യേശു, പിതാവ് പ്രവർത്തിച്ച് കാണുന്നതല്ലാതെ യാതൊന്നും പുത്രൻ ചെയ്യുന്നില്ല. ഞാനും പിതാവും ഒന്നാണ് യേശു പഠിപ്പിച്ചു. യോഹന്നാൻ 10:30. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മത്തായി 5:48. ദുഷ്ടനും ശിഷ്ടനും മഴ പെയ്ച്ചു കൊടുക്കുകയും വെയിൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവം നിന്റെ ജീവിത മാതൃകയാകട്ടെ. പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി മാറി. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാനാണ് വന്നിരിക്കുന്നത്. ആരോഗ്യവാന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മത്തായി 9:11-12 മനസ്സിലുള്ളവനായ യേശു, മനസ്സ് അലിവുള്ളവനായ യേശു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി. എന്നാൽ അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. വിളവധികം, വേലക്കാരോ ചുരുക്കം. ആകയാൽ തൻ്റെ വിളവിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഓരോ കാലഘട്ടത്തിലും ജീവിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ദൈവ ശുശ്രൂഷ പരികർമ്മം ചെയ്യുവാൻ ദൈവാരൂപി നിറഞ്ഞ ശുശ്രൂഷകർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനാൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ലോകപ്രസിദ്ധയായ മദർ തെരേസ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി സ്നേഹ ശുശ്രൂഷ പരികർമ്മം ചെയ്ത കൽക്കട്ടയിലെ മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. ഈ ഭൂമിയിൽ വെച്ച് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിർവ്യാജവും നിഷ്കളങ്കവുമായ സ്നേഹത്താൽ പ്രേരിതമായി മദർ തെരേസയുടെ അനുയായികളും പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചു. മദറിൻ്റെ സ്നേഹ ശുശ്രൂഷയിൽ ലോകം മുഴുവൻ ആനന്ദിച്ചു. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന യേശുവിൻ്റെ വചനം അവരിൽ പൂർത്തിയായി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ കിടന്ന മനുഷ്യനെ സഹായിക്കാതെ കടന്നുപോയ തിരക്കുള്ള പുരോഹിതനും ലേവായനും ആപത്തിൽപ്പെട്ട് നിസ്സഹായനായ വ്യക്തിയോട് മനസ്സലിഞ്ഞ് അവൻ്റെ മുറിവിൽ എണ്ണയൊഴിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നാക്കിയ നല്ല സമറായക്കാരൻ അവൻ്റെ താമസത്തിനുള്ള തുകയും നൽകി. ഇനിയും കൂടുതൽ എന്തെങ്കിലും ചിലവായാൽ അതും നൽകുന്നതാണെന്ന് വാഗ്ദാനവും നൽകി. തന്നെ പരീക്ഷിക്കുവാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഫരീസേയ നേതാവിനോട് യേശു ചോദിച്ചു, ആപത്തിൽപ്പെട്ടവന് ആരായിരുന്നു നല്ല അയൽക്കാരൻ? അയാൾ മനസ്സലിഞ്ഞ് അയാളെ സഹായിച്ചവൻ. എങ്കിലും നീയും പോയി അതുപോലെ ചെയ്യുക. പാപവിഹീനനായ യേശു എപ്പോഴും എവിടെയും ദൈവ തിരുവിഷ്ടത്തിൻ്റെ ദാസനായ യേശു എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം തേടിയവനാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചവൻ. 33-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവൻ എല്ലാ പാപികൾക്കും വേണ്ടി കാൽവരി കുരിശിൽ ബലിയർപ്പിച്ചവൻ. യേശുവിൻ്റെ മാതൃകയിൽ ഒരുവൻ്റെ മുഴുവൻ ജീവിതവും എല്ലാ സഹനങ്ങളും അനേകർക്കായി സമർപ്പിക്കുക. തിരുസഭയിൽ അൾത്താരയുടെ ബഹുമാനത്തിനായി ഉയർത്തപ്പെട്ട എല്ലാ വിശുദ്ധർക്കും വീരോചിതമായി യേശുവിൻ്റെ ജീവിത മാതൃകയെ അനുഗമിച്ചവരാണ്. അനേകം പേർ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി ജീവൻ സമർപ്പിച്ചവരാണ്. വിശുദ്ധരുടെ ചിന്തകൾ, ധ്യാന വിചിന്തനങ്ങൾ, പ്രബോധനങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ, മാതൃകകൾ ധ്യാന വിഷയമാക്കുക. അവർ യേശുവിന് വേണ്ടി ജീവിച്ചതുപോലെ വിശ്വസ്തയോടെ യേശുവിന് വേണ്ടി ജീവിക്കുക. 12 അപ്പസ്തോലന്മാരുടെ ദൈവവിളി പ്രഥമമായി വിശുദ്ധി ആർജിക്കുവാനുള്ള വിളിയായിരുന്നു. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി 12 പേരെ അവിടുന്ന് നിയോഗിച്ചു. യേശുവിൻ്റെ വചനം ധ്യാനിക്കുക,
വ്യക്തിപരമായ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ ദിവ്യസ്വരം ശ്രവിക്കുവാൻ പരിശീലിക്കുക. ദൈവ തിരുവിഷ്ടവും വിവരിച്ചറിയുക, അനുസരിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിൻ്റെ ചൈതന്യം കൊണ്ട് നിറയുക, യേശുവിനെ പോലെ ആകുക, മറ്റൊരു ക്രിസ്തുവായി തീരുക, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ തീവ്രമായി ദാഹിക്കുക. യേശുവിൻ്റെ സാദൃശ്യത്തിലുള്ള ഒരു വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധനായി തീരുക അസാധ്യമാണ്. ആ വ്യക്തിയിൽ നിന്ന് വിശുദ്ധിയും നിർമ്മല സ്നേഹവും ആത്മീയ കൃപാവരങ്ങളും മറ്റുള്ളവരിലേക്ക് ഒഴുക്കും. തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ അവർ യേശുവിൻ്റെ പ്രകാശമായി തീർന്നിരുന്നു. നമ്മൾക്കും അങ്ങനെ തീരാം. മനുഷ്യബുദ്ധിക്ക് അതീതവും അപ്രാപ്യവുമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയിലും അങ്ങനെ തന്നെ. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. വിശുദ്ധി ആർജിക്കുക, നിസ്വാർത്ഥ സ്നേഹത്തിലും കരുണാർദ്ര സ്നേഹത്തിലും വളരുക. യേശുവിനും സുവിശേഷത്തിനും പരസ്പര സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്കും നിന്നെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ നിന്റെ സാന്നിധ്യത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും അനേകരിലേക്ക് ദൈവിക ജീവൻ പ്രവഹിക്കുവാൻ ഇടയാകും. യേശുവിൻ്റെ മുഴുവൻ ജീവിതവും നമ്മുടെ അൾത്താരകളിൽ ഓരോ ദിവസവും ബലിയായി അർപ്പിക്കപ്പെടുന്നു. ബത്ലഹേം പുൽക്കൂട്ടിൽ യേശുവിൻ്റെ അരികെ നിൽക്കുന്നവനെ പോലെയും കാൽവരി കുരിശിൽ ചുവട്ടിൽ നിൽക്കുന്നവരെ പോലെയുമുള്ള ജീവിത സാമീപ്യം മാത്രമല്ല, യേശുവിനെ ഹൃദയത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കുന്ന ദൈവാനുഭവവും നൽകപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണം നമ്മെ വിശുദ്ധരാക്കും. വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുന്നതിൽ നമ്മളെ സഹായിക്കും. സ്നേഹം, ക്ഷമ, ദയ, പരസ്പര ബഹുമാനം, മറ്റുള്ളവരുടെ രക്ഷയിലുള്ള ശുഷ്കാന്തി തുടങ്ങിയവ. ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ആത്മീയ രൂപാന്തരീകരണം പ്രാപിച്ച യേശുവിൻ്റെ സാക്ഷിയായി തീരുക, വിശുദ്ധരാകുക, ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ദൈവ ശുശ്രൂഷകരാകുക. നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനുമായി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:16. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് എന്നെ കഴുകാതിരുന്നാൽ എനിക്ക് അങ്ങയിൽ പങ്കുപറ്റാനാവില്ലല്ലോ. എന്നെ അവിടുന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. അഗസ്റ്റിൻ വല്ലൂരാനച്ചൻ്റെ ലേഖനം പെന്തക്കുസ്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം. ഒരു വലിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കുസ്ത. ഈ വാഗ്ദാനത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചുകൊണ്ടാണ് ഉത്ഥിതനായ ഈശോ സ്വർഗത്തിലേക്ക് കരേറിയത്. അവിടുന്ന് പറഞ്ഞു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുകയും. ഇത് ഒരു വാഗ്ദാനമാണ്, അവിരാമമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു വാഗ്ദാനം. കാരണം ക്രൈസ്തവ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് പരിശുദ്ധാത്മ ശക്തിയിലാണ്. കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പരിശുദ്ധാത്മ വാഗ്ദാനം സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് മറിയം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അവൾ അതിനോട് പ്രത്യുത്തരിച്ചത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പ്രത്യുത്തരം ഉണ്ടായതുകൊണ്ട് ദൈവത്തിന് അവളിൽ പ്രവർത്തിക്കുവാനായി. അവൾ ദൈവമാതാവായി. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ ശക്തമായ ഒരു ഉപകരണവും ആയി. ഈശോയുടെ ഉത്ഥാനത്തിനു ശേഷം സെഹിയോൻ മാളികയിൽ അപ്പസ്തോലന്മാർ മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസരാകാമെന്ന് അവൾ അവരെ പഠിപ്പിച്ചു. പരിശുദ്ധാത്മാ അഭിഷേകം ലഭിക്കുന്നതിനുള്ള അത്യാവശ്യമായ ഒരു ഉപാധി ദൈവത്തിൻ്റെ ദാസനോ ദാസിയോ ആകാനുള്ള സന്നദ്ധതയും സമർപ്പണവുമാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുക എന്ന് ജോയൽ പ്രവാചകൻ പറയുന്നു. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദാസൻ എന്നാൽ വിശുദ്ധ ഗ്രന്ഥം അർത്ഥമാക്കുന്നത് എന്താണ്? ദാസന് 2 സ്വഭാവ ഗുണങ്ങളാണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ എപ്പോഴും യജമാനന്റെ ശബ്ദത്തിനായി ചെവിയോർക്കുന്നവനാവും.
അവൻ യജമാനന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അതീവ ജാഗ്രത ഉള്ളവനുമാവും. യജമാനന്റെ ആഗ്രഹം എന്തെന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് യജമാനന്റെ വാക്ക് കേൾക്കത്തക്ക വിധം അവൻ യജമാനനോട് വളരെ അടുത്തായിരിക്കണം. അതുപോലെ തന്നെ ഒരു ദാസൻ യജമാനന്റെ ശബ്ദം കേൾക്കുവാൻ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. ശുശ്രൂഷിക്കുവാൻ കാത്തിരിക്കുന്നവന്റെ അവിരാമമായ പ്രാർത്ഥന, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്നതായിരിക്കണം. ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3:26. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദാസൻ അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ തൽപരനും ജാഗരൂകനുമായിരിക്കും. യജമാനന്റെ ഹിതം നിറവേറ്റുന്നത് മാത്രമാണ് അവന്റെ ജീവിതാഭിലാഷം. അവൻ അത് ചെയ്യുന്നത് എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യത്തോടെയല്ല, പിന്നെയോ ദൈവ മഹത്വത്തിനാണ്. ഈശോ പിതാവിനോട് അനുസരണയുള്ളവനായിരുന്നു. അവിടുന്ന് പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ആണ് എൻ്റെ ഭക്ഷണം. യേശു ക്രിസ്തു പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതി അവിടുത്തെ ദാസത്വത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം പറയുന്നു, പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ ലോകത്തിലേക്ക് വന്നത് ഒറ്റ ലക്ഷ്യത്തോടെ ആയിരുന്നു. ഇതാ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഈശോയുടെ ഓരോ വാക്കും പ്രവൃത്തിയും പിതാവിന്റെ ഹൃദയത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. അവിടുന്ന് വീണ്ടും പറയുന്നു, ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത്, ഞാൻ എന്തു പറയണം പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. വിശ്വസ്തനായ ദാസനാവുക എന്നതായിരുന്നു ഈശോയുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് അവിടുന്ന് മരണം വരെ പിതാവിനോട് അനുസരണമുള്ളവനായി. ഈ സമ്പൂർണ്ണ അനുസരണം സ്വർഗീയ പിതാവിന് ഏറെ പ്രീതികരമായി. അവിടുന്ന് തന്റെ പുത്രനെ എല്ലാറ്റിൻ്റെയും കർത്താവും രക്ഷകനുമായി ഉയർത്തി. അവിടുന്ന് മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുന്നിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. മത്തായി 23:11. ദാസന്റെ യഥാർത്ഥ മനോഭാവം എന്തായിരിക്കണമെന്ന് ഈശോ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഈശോ പറയുന്നു, നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുകയും. ലൂക്ക 17:10. താൻ ചെയ്യുന്ന ഫലത്തിനുള്ള അവകാശം ഒരു ദാസനില്ല. യജമാനൻ പറയുന്നതെല്ലാം ചെയ്യേണ്ടത് തന്റെ കടമയാണെന്ന് അവൻ കരുതുന്നു. യജമാനന്റെ ഹിതം നിറവേറ്റുവാൻ അവൻ എപ്പോഴും സംലഭ്യനായിരിക്കണം. കർത്താവിന്റെ പദ്ധതികൾ തന്റെ ജീവിതത്തിൽ നിറവേറ്റിയ ദാസിയായ അമ്മ മറിയം കാനായിലെ കുടുംബത്തെ അതിനായി ഒരുക്കി. അവിടുത്തെ വീഞ്ഞു ഭരണികൾ ശൂന്യമായിത്തീരുന്ന പ്രശ്നം ഉയർന്നപ്പോൾ അവൾ അത് ഈശോയുടെ മുന്നിലെത്തിച്ചു. അവൾ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അതിലൂടെ അവൾ കുടുംബത്തെ ആകെ യേശുവിലേക്ക് തിരിച്ചു. തുടർന്ന് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. കർത്താവിന്റെ നിർദ്ദേശം അവരുടെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല, എങ്കിലും അവർ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുവാൻ തയ്യാറായി. അവിടുന്ന് അവരോട് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനാണ് പറഞ്ഞത്. വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുന്ന അതിഥികൾക്ക് കാലു കഴുകുന്നതിനായി വെള്ളം സൂക്ഷിക്കുവാൻ വീടിന് പുറത്തു വെച്ചിരുന്നതാണ് ആ ഭരണികൾ. അതിഥികളെല്ലാം നിരന്നതുകൊണ്ട് ഇനി അവയിൽ വെള്ളം സൂക്ഷിക്കേണ്ടതില്ല. എങ്കിലും അവർ അവിടുന്ന് പറഞ്ഞതുപോലെ ചെയ്തു. തുടർന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു, ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും. അവർ വീണ്ടും അനുസരിച്ചു. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. വെള്ളം വീഞ്ഞായി മാറി. ഒരു പ്രഭാതത്തിൽ ശിമിയോൻ പത്രോസ് ആകെ ക്ഷീണിതനായിരുന്നപ്പോഴാണ് ഈശോ അദ്ദേഹത്തിന്റെ വഞ്ചിയിൽ കയറിയതും മീൻ പിടിക്കുവാനായി ആഴത്തിൽ വലയിറക്കുവാൻ ആവശ്യപ്പെട്ടതും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ വിഷമിച്ചിരുന്ന പത്രോസിന് മടിയായിരുന്നു. മീൻ കിട്ടാനുള്ള അവസാനത്തെ ആശയും നശിച്ചിരുന്നു. എങ്കിലും പത്രോസ് അനുസരിച്ചു. അവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. കർത്താവിന്റെ വാക്കുകൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ച അവന്റെ ദാസത്വം
വിശ്വസിക്കാനാവാത്ത വിജയകിരീടം ചൂടി വലകൾ പൊട്ടിപ്പോറാകും വിധം നിറഞ്ഞു. ഇതാണ് അനുസരണത്തിലൂടെ ദാസന് കിട്ടുന്ന ജയം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോനാഥ, അങ്ങയെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് സമ്പൂർണമായി സമർപ്പണം ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ. മാത്യു തടത്തിലച്ചൻ്റെ ഔസേപ്പിതാവ് എന്ന തൊഴിലാളി. മെയ് മാസം തൊഴിലാളി മാസമാണെന്ന് പറയാം. അത് യൗസേപ്പിതാവിൽ ആരംഭിക്കുന്നു. സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യകാരന്മാരെ പോലെ രാഷ്ട്രമീമാംസകരെ പോലെ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തികളാണ് തൊഴിലാളികൾ. ലോകാത്ഭുതങ്ങൾ ഇന്നുള്ളവർക്ക് ആസ്വാദനമാക്കി മാറ്റിയത് തൊഴിലാളികളാണല്ലോ. മനുഷ്യബുദ്ധിയെ വസ്തുവൽക്കരിച്ച് രൂപഭാവങ്ങൾ നൽകുന്നവരും തൊഴിലാളികളാണല്ലോ. സൃഷ്ടിയെ മുന്നോട്ട് നയിക്കുന്നതിലും തൊഴിലാളികളുടെ സംഭാവന നിർണായകമാണെന്നുള്ളതിൽ സംശയമില്ല. രക്ഷാകര ചരിത്രവും അതിൻ്റെ പാരമ്യത്തിലെത്തുക തൊഴിലാളികളിലൂടെയാണ്. അതിൽ പ്രമുഖനായ തൊഴിലാളി വിശുദ്ധ യൗസേപ്പാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മഹിമ വിവരണത്തിന് അതീതമല്ലേ. അത് സുവിശേഷകൻ വെളിപ്പെടുത്തുക നീതിമാനായ യൗസേപ്പ് എന്ന വിശേഷണത്തിലൂടെയാണ്. യൗസേപ്പിതാവിനെ വലിയവനാക്കിയത് അദ്ദേഹത്തിൻ്റെ നീതിബോധം തന്നെയാണ്. പരിശുദ്ധ മറിയം തൻ്റെ ഗർഭ ഉള്ള അവസ്ഥ യൗസേപ്പിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അത് ശാന്തമായി ശ്രവിച്ചു. യൗസേപ്പിൻ്റെ ശാന്തമായ ശ്രവണം അദ്ദേഹത്തെ നീതിമാനാക്കി. ജീവിത പങ്കാളിയെ ശ്രവിച്ചാൽ ആ ജീവിതത്തിൽ ഉളവാകുന്ന ശാന്തത എത്രയോ വലുതാണ്. കുടുംബത്തിലെ പലതരത്തിലുള്ള ലഹളകളുടെയും അടിസ്ഥാനം ആരും ആരെയും ശ്രവിക്കുന്നില്ല എന്നതല്ലേ. ശാന്തമായ ശ്രവണത്തിലൂടെ യൗസേപ്പിന് സൂക്ഷിക്കുവാനായത് തൻ്റെ പ്രതിശ്രുത വധുവുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ്. ബഹളത്തിൽ ബന്ധങ്ങൾ വികലമാകും. ശ്രവണത്തിൽ അത് ബലപ്പെടുമെന്ന് തൊഴിലാളിയായ യൗസേപ്പിതാവ് പഠിപ്പിക്കുന്നു. ചാനലുകളും അതുപോലുള്ള മറ്റു മാധ്യമങ്ങളും വഴി കുടുംബവും സമൂഹവും ബഹളമയമായി. നിശബ്ദതയും ശ്രവണവും അവിടെ അന്യമായി. ഫലമോ അവിടങ്ങളിലെ വ്യക്തിബന്ധങ്ങൾ അനുദിനം കുറഞ്ഞു വരുന്നു. തൊഴിലാളിയായ യൗസേപ്പിനെ പോലെ ശ്രവണത്തിൻ്റെ നീതിയിലേക്ക് തിരിച്ചു പോകുക മനുഷ്യ കൂട്ടായ്മയ്ക്ക് അനിവാര്യമാണ്. ഐശ്വര്യപൂർണമായ കുടുംബജീവിതം പരസ്പര സംവാദവും ശ്രവണവും വഴിയെ പടുത്തുയർത്താനാവും. യൗസേപ്പ് മറിയം ദമ്പതികളുടെ ജീവിതകഥയും നീതിശാസ്ത്രവും കാലത്തെ അതിലംഘിച്ചു നിൽക്കുന്നു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം കാണുന്നു. തൊഴിലാളിയുടെ നീതിയുടെ സവിശേഷത അന്യനെ ബഹുമാനിക്കുന്നതായിരിക്കണം. മേരിയെ ഒരിക്കലും അപമാനിതയാക്കാൻ ജോസഫ് ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യനോടുള്ള ബഹുമാനം ദൈവത്തോടുള്ള ബഹുമാനമാണ്. കാരണം ദൈവഛായ പ്രതിഫലിക്കുന്നവനാണല്ലോ മനുഷ്യൻ. ദൈവത്തെ ബഹുമാനിച്ച യൗസേപ്പ് മരിയയെയും ബഹുമാനിച്ചു. ക്ലോണിംഗ് യുഗത്തിൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ബഹുമാനാദരവ് നഷ്ടപ്പെടുന്നു. അതൊക്കെ സ്വയം ദൈവമെന്ന് വിശേഷിപ്പിക്കുക ശാസ്ത്ര മനുഷ്യന് ചേർന്നതല്ല പോലും. ഈ വിധ ചിന്തയിലൂടെ അന്യം നിന്നു പോകുക മനുഷ്യൻ്റെ വിലയും മഹത്വവുമാണ്. ദൈവത്തെ ബഹുമാനിക്കുന്നവനെ സഹോദരനെയും ആദരവോടെ നോക്കാനാവൂ. യൗസേപ്പ് എന്ന തൊഴിലാളിക്ക് ദൈവവിശ്വാസം ദൈവ ബഹുമാനവുമായിരുന്നു. അത് പ്രവൃത്തി പദത്തിലൂടെ ഊന്നിയ മനുഷ്യ ബഹുമാനവുമായി മാറി. ആയതിനാൽ മറിയത്തെ അദ്ദേഹം അപമാനിച്ചില്ല, പ്രത്യുത സ്വന്തം സഖിയായി സ്വീകരിച്ചു. വ്യക്തികൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം അവയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ്. ദൈവത്തിൻ്റെ നിലനിൽപ്പ് അഥവാ ദൈവത്തോടുള്ള ബഹുമാനം മാറ്റിവെച്ച് സ്വന്തമാക്കാമെന്ന് ശാസ്ത്ര മനുഷ്യൻ വിചാരിച്ചാൽ നടക്കില്ല. ഉറവിടം അടച്ച് ഉടയവനെ വെടിഞ്ഞ് സൗധം പടുത്തുയർത്താൻ വെമ്പുന്നത് വിഡ്ഢികളോ മണ്ടന്മാരോ ആണല്ലോ. ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഭ്രാന്തന്മാരുടെ ലോകത്തിലേക്ക് കടക്കാതിരിക്കാൻ യൗസേപ്പിൻ്റെ നീതിബോധം ഉൾക്കൊള്ളാം. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കണക്കുകൾ കൂട്ടി വ്യക്തത വന്നാൽ കാര്യങ്ങൾ കൃത്യമായും കലാപരമായും ചെയ്തു തീർക്കുക
ആശാരിയുടെ സ്വഭാവമാണല്ലോ. തച്ചനായ യൗസേപ്പിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പ്രകടമാണ്. ദൈവഹിതം വ്യക്തമായ യൗസേപ്പ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം രക്ഷകന് യേശു എന്ന പേര് നൽകി. അങ്ങനെ അവൻ്റെ പേരും ലോക ചരിത്രത്തിൻ്റെ ഭാഗമായി. ഇതിലൂടെ യൗസേപ്പിതാവും ചരിത്രത്തിൻ്റെ അവിസ്മരണീയ വ്യക്തിയായി തീർന്നു. ദൈവഹിതം നിവർത്തിതമാകുമ്പോൾ ഓരോ വ്യക്തിയും ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും അനശ്വരതയുള്ളവരാകുന്നു. സ്വഹിതം തേടാതെ ദൈവഹിതം തേടുമ്പോൾ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരുന്നു. യേശു പൂങ്കാവനത്തിലും ഗാഗുൽത്തായിലും അത് പഠിപ്പിക്കുന്നു. മഹത്വത്തിൻ്റെ പാത ദൈവഹിത അനുസരണമുള്ള ജീവിതമാണെന്ന് വിശുദ്ധരുടെ ജീവിതം വിളിച്ചോതുന്നു. യൗസേപ്പിതാവിൻ്റെ നീതിബോധം യുക്തിയും സ്വാഭാവിക ചിന്തയും വിട്ട് ദൈവിക ഭാവത്തിലേക്ക് നീങ്ങി. ദൈവദൂതൻ പറയുന്നത് അല്പവും ശങ്കിക്കാതെ അദ്ദേഹം പ്രവർത്തിച്ചു. ലോകം എന്ത് പറയും എന്നുള്ളതല്ല, ദൈവം എന്താഗ്രഹിക്കുന്നോ അതിനായി ത്യാഗോജ്വലമായി ജീവിക്കുക. അതാണ് യൗസേപ്പിതാവിൻ്റെ തത്വശാസ്ത്രം. ദൈവത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാനാകാൻ, ലോകത്തിൻ്റെ മുമ്പിൽ വിഡ്ഢിയായി മാറാനും യൗസേപ്പിന് മടിയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ മറിയത്തെ യൗസേപ്പ് സ്വീകരിച്ചു. താൻ കാൽനടയായി നീങ്ങിക്കൊണ്ട് ഭാര്യയെ കഴുതപ്പുറത്ത് കയറ്റി സംരക്ഷിച്ചു. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25-26 വാക്യങ്ങൾ. ഈ തിരുവചനം എഴുതപ്പെടുന്നതിന് മുൻപ് യൗസേപ്പിതാവ് ജീവിതത്തിൽ അത് പ്രവർത്തിച്ചു കാണിച്ചു. മറിയത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല യൗസേപ്പിതാവിൻ്റെ ത്യാഗോജ്വല സംരക്ഷണ ശൈലി. അതിശൈത്യമായിരുന്നിട്ടും കൊലയാളിയിൽ നിന്ന് ഉണ്ണിയേശുവിനെ സംരക്ഷിക്കാൻ പാതിരാവിൽ യൗസേപ്പ് യാത്രയായി. മക്കളെ, സഹോദരരെ, അയൽവാസികളെ സംരക്ഷിക്കുക അടിസ്ഥാന നീതിയുടെ ഭാഗമായി യൗസേപ്പ് കണ്ടു. അതിനായി സ്വയം മറന്നും ആ പിതാവ് മുന്നേറി. ഇന്നിൽ സംരക്ഷകരാകേണ്ട അമ്മയും അപ്പനും മക്കളും പരസ്പരം ഘാതകരാണെന്ന് കേട്ടിട്ടും ആർക്കും ഞെട്ടലില്ല. അനീതിയുടെയും അധർമ്മത്തിൻ്റെയും പ്രഹരമേറ്റ് മരവിക്കുന്ന മനസാക്ഷി. യൗസേപ്പിതാവിൻ്റെ നീതിബോധം നിരന്തരം സ്വയം വിസ്മരിക്കലിൽ, ത്യാഗത്തിൽ, സുരക്ഷിതമില്ലായ്മയിൽ, പിന്തള്ളലിൽ കഴിയാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് സഹനം. പ്രതിശ്രുത വധുവിൽ നിന്നും മാനുഷികമായി നോക്കിയാൽ യൗസേപ്പിന് കഠിനമായ വേദനയാണ് ഉണ്ടായത്. അവളുടെ ഗർഭധാരണം വഴി യൗസേപ്പിതാവിനേറ്റ മാനസിക സംഘർഷം എത്രയോ വലുതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലിലുള്ള ആശ്രയം യൗസേപ്പിൻ്റെ സംശയത്തിന് അറുതി വരുത്തി. ദൈവം കൂടെ നടക്കുന്നുണ്ട് എന്ന വിശ്വാസം യൗസേപ്പിൽ ആശ്വാസം പകർന്നു. നസ്രത്തിൽ നിന്ന് ബത്ലഹേമിലേക്കും അവിടെ നിന്ന് ഈജിപ്തിലേക്കും തുടർന്ന് സ്വന്തം നാട്ടിലേക്കും തുടരെയുള്ള യാത്ര വഴി യൗസേപ്പ് വളരെ സഹിച്ചു. ഈ ലോകത്തിലെ നഷ്ടങ്ങളിലൂടെ പരലോകത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന നീതിബോധമാണ് യൗസേപ്പിതാവിൻ്റെ തനിമ. നിശബ്ദ ത്യാഗിയായിരുന്നു അദ്ദേഹം. ഭർത്താവാകാനുള്ള വിളിയിൽ വ്രതബദ്ധതയുണ്ടെന്ന് യൗസേപ്പിതാവ് പഠിപ്പിക്കുന്നു. ആ ജീവിത നിയോഗം വിജയകരമാക്കാൻ സ്വയം ത്യജിച്ചേ പറ്റൂ. അതിലൂടെ അനേകരെ വളർത്താൻ സ്വയം മുരടിച്ചേ തീരൂ. ഭർത്തൃജീവിതത്തിന് പുതിയ മാനം നൽകി മനുഷ്യകുലത്തിന് പുതിയ ഭാവം പ്രദാനം ചെയ്ത ധന്യജീവിതമായിരുന്നു യൗസേപ്പിതാവിൻ്റേത്. ഈ തൊഴിലാളിയുടെ നീതിബോധത്തിലൂടെ ഇനിയും ലോകവും മനുഷ്യജീവനും ധന്യമാകൂ. ഡോക്ടർ ജോർജ് സാമുവലിൻ്റെ ലേഖനം ആശയവിനിമയം കുടുംബബന്ധത്തിൽ. നാം പറയുന്നതൊന്ന്, കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും മറ്റൊന്ന്. ഇപ്രകാരമായാൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സഫലമാകുന്നില്ല. കേൾക്കുന്നയാളിന് മനസ്സിലാകും വിധം പറഞ്ഞ് ഗ്രഹിപ്പിക്കണമെന്നെങ്കിൽ ഇരുകൂട്ടർക്കും വശമാകുന്ന ഭാഷ മാത്രം കണക്കിലെടുത്തുകൊണ്ടായില്ല. ഒരിക്കൽ ഭവനത്തിൽ നിന്ന് ദൂരെയുള്ള കോളേജ് ഹോസ്റ്റലിൽ താമസിച്ച് വന്ന മകനിൽ നിന്ന് പിതാവിന് ഒരു കമ്പി സന്ദേശം ലഭിച്ചു. അത്യാവശ്യമായി 100 രൂപ അയച്ചു തരണം എന്ന ആവശ്യമായിരുന്നു കമ്പി സന്ദേശത്തിൽ. കുഗ്രാമത്തിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന പിതാവിൻ്റെ കയ്യിൽ കമ്പി സന്ദേശം അടങ്ങിയ കവർ പട്ടണത്തിലുള്ള കമ്പി ആഫീസിൽ നിന്നും വന്ന ആഫീസ് ജീവനക്കാരൻ ഏൽപ്പിച്ചിട്ട് പോയി.
കമ്പി സന്ദേശത്തിന്റെ പൊരുൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലാക്കുവാൻ ഒരാളെ കണ്ടുപിടിക്കുന്നതിനായി പിതാവ് പാടത്തു നിന്ന് റോഡരികിൽ വന്നു നിന്നു. ധൃതിയിൽ പാഞ്ഞു വന്ന ഒരു സൈക്കിൾ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി കമ്പി വാചകം പരിഭാഷപ്പെടുത്തുവാൻ അപേക്ഷിച്ചു. നിങ്ങളുടെ മകന് 100 രൂപ ഉടനെ അയച്ചു തരൂ എന്ന് ഉയർന്ന സ്വരത്തിൽ ദേഷ്യഭാവത്തോടുകൂടി പറഞ്ഞിട്ട് ധൃതിയിൽ അയാൾ കടന്നുപോയി. തന്റെ മകന് മുൻപുണ്ടായിരുന്ന മര്യാദയും ഭവ്യതയും എല്ലാം നഷ്ടപ്പെട്ടു. കോപസ്വരത്തിൽ സംസാരിക്കാനാണല്ലോ കോളേജ് വിദ്യാഭ്യാസം ഇടയാക്കിയതെന്ന് തെറ്റിദ്ധരിച്ചു. പിതാവ് പണം അയച്ചു കൊടുത്തില്ല. എന്നാൽ മകനിൽ നിന്ന് താമസിയാതെ വീണ്ടും ലഭിച്ച കമ്പി സന്ദേശം പരിഭാഷപ്പെടുത്തുവാൻ പിതാവിന് അടുത്ത പ്രാവശ്യം കിട്ടിയത് സ്കൂളിൽ നിന്ന് മടക്കയാത്രയിലായിരുന്ന ഒരു അധ്യാപികയായിരുന്നു. ആ വനിത ശാന്തസ്വരത്തിൽ 100 രൂപ എത്രയും വേഗം ഏതോ അത്യാവശ്യ കാര്യത്തിന് അയച്ചു തരണമേ എന്ന് നിങ്ങളുടെ മകൻ കമ്പി സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പിതാവിനെ സന്തോഷിപ്പിച്ചത് താൻ ഉടനെ പണം അയച്ചു കൊടുക്കാതിരുന്നിട്ടും പഴയതുപോലെ ഭവ്യതയോടുകൂടി പണം വേണമെന്ന് അപേക്ഷിക്കാനുള്ള മര്യാദ മകൻ പഠിച്ചു എന്നതാണ്. ഒരുപക്ഷെ നാം എന്തു പറഞ്ഞു എന്നതിനേക്കാൾ എങ്ങനെ പറഞ്ഞു എന്നതായിരിക്കും ഭവനാന്തരീക്ഷം മോശമാക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഇടവരുത്തുന്നത്. സ്വരത്തിലുള്ള കോപഭാവമോ പുച്ഛഭാവമോ മാത്രമല്ല, നമ്മുടെ നോട്ടവും നിഷേധഭാവവും എല്ലാം തന്നെ വിനിമയത്തെ സ്വാധീനിക്കുന്നു. കൃപയോടുകൂടിയുള്ള വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അന്തരീക്ഷം തന്നെ എത്രയധികം വ്യത്യാസപ്പെടും. എനിക്ക് വേണ്ട എന്ന പദപ്രയോഗം തന്നെ പല രീതിയിൽ പറഞ്ഞു പിടിപ്പിക്കാമല്ലോ. എന്നാൽ കേൾവിക്കാരനെ മുറിപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷവും നല്ല കാര്യം ശ്രമിച്ചതിലുമുള്ള സംതൃപ്തിയും കെട്ടടങ്ങാത്ത വിധം നന്ദി സൂചകമായ വിധത്തിൽ പ്രതികരിക്കുന്നതിനുള്ള വാചക ശൈലിയാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് എങ്കിൽ അത് എത്ര ധന്യമായിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ ഏത് വിധം പ്രതികരിക്കണം എന്ന പെട്ടെന്നുള്ള ആജ്ഞ ലഭ്യമാകുന്നത്. വിഷം നിറഞ്ഞ പാത്രത്തിൽ നിന്ന് വിഷം തുളുമ്പുവാൻ അല്പം ചലനം ഇടവരുത്തുന്നത് പോലെ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും നേരിടുന്ന അനുഭവങ്ങളെക്കുറിച്ചും വിഷസമാനമായ വികാരങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. എങ്കിൽ പെട്ടെന്ന് വായിൽ നിന്ന് പുറപ്പെടുന്നത് അപ്രകാരമുള്ള വാക്കുകളായിരിക്കും. കുടുംബാന്തരീക്ഷത്തിൽ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങളും പരസ്പര ബന്ധത്തിൽ ഇടപെടുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന യുക്തികളും മറ്റും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആന്തരികമായ സ്വഭാവ ഗുണം രൂപപ്പെടുത്താനുള്ള പദ്ധതികളായി കാണണമെന്നുള്ളത് ഓർക്കുമല്ലോ. ഒരാൾ ഒരിക്കൽ കാർ ഓടിക്കുവാൻ പഠിക്കുകയായിരുന്നു. വിശാലമായ ഒരു മൈതാനത്തിട്ട് ആയിരുന്നു കാറിൽ കയറി 1/2 ദിവസം കൊണ്ട് അയാൾ മൈതാനത്തിലൂടെ വണ്ടി ഓടിക്കുവാൻ പഠിച്ചത്. പിറ്റേ ദിവസം തെരുവിലൂടെ വണ്ടി ഓടിക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് വളരെ പ്രയാസകരമായി തോന്നി. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് വണ്ടി ഓടിക്കുവാൻ നല്ലതുപോലെ അറിയാമെങ്കിലും മറ്റുള്ളവർ എൻ്റെ നേരെയും കൂടെയും അവരുടെ വണ്ടികളുമായി കടന്നു പോകുന്ന കുറ്റകൃത്യം മൂലം തെരുവിലൂടെ ഓടിക്കാൻ പ്രയാസമാണ്. സംഗതി ശരിയായിരിക്കാം. ഞാൻ മാത്രമേ ഉള്ളുവെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം കാര്യാദികൾ നടത്താൻ പ്രയാസമില്ലായിരിക്കാം. എന്നാൽ കുടുംബം എന്നുള്ളത് മറ്റുള്ളവർ കൂടി ഉൾപ്പെടുന്ന ഒരു ചെറു സമൂഹമാണ്. അവിടെ കുറ്റമെല്ലാം മറ്റുള്ളവരുടെ മേൽ ചാരിക്കൊണ്ട് കൈയൊഴിയാമെന്ന് കരുതുന്നത് ശരിയല്ലല്ലോ. വിവിധ സ്വഭാവക്കാരായ ആളുകളോട് അവർക്ക് മനസ്സിലാകും വിധം അവരുടെ എതിർപ്പിനെ പോലും അനുകൂലമാക്കുന്ന രീതിയിലും ദൈവസഹായത്താൽ ആശയവിനിമയം രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ശരിയായി ആശയവിനിമയം എങ്ങനെയെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശീലന കളരി കൂടിയാണ് കുടുംബം. സ്വന്തം കുടുംബത്തിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അവയെ ദൂരീകരിക്കുവാനുള്ള അനുഭവ സമ്പത്ത് ആർജിക്കുവാൻ കുടുംബ സാഹചര്യം ഇടവരുത്തണം. നമ്മേക്കാൾ മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന വ്യക്തിയോട് മോശപ്പെട്ട രീതിയിൽ ഇടപെട്ടാൽ അയാളുടെ താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിതം നമ്മയും സ്വാധീനിച്ച് മോശക്കാരാക്കി തീർക്കും എന്നതാവില്ലേ ഫലം. അതിനു പകരം മറ്റുള്ളവർ മോശമായി പ്രതികരിച്ചാലും നമ്മുടെ മേൽത്തരമായ മാനദണ്ഡത്തിന് കോട്ടം വരുത്താതെ യോഗ്യമായ വിധം പെരുമാറേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അവരുടെ ജീവിതത്തിലും മേന്മയേറിയ അനുഭവം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടി ഇടപെടുമ്പോൾ, ഇപ്പോൾ അവർ മോശമായിട്ടാണ് നമ്മോട് ഇടപെടുന്നതെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ദൈവം അവരെ മേന്മയുള്ളവരാക്കി തീർക്കും എന്ന വിശ്വാസത്തോടുകൂടി അവരെ ദർശിക്കുവാനും ഇടയാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം അവരെ ഇപ്പോൾ വീക്ഷിക്കുന്നത് ഭാവിയിൽ അവരെ ദൈവം രൂപപ്പെടുത്തി മേന്മയുള്ള സ്വഭാവത്തിന്റെ ഉടമകളാക്കി തീർത്ത വ്യക്തികളായിട്ടായിരിക്കണം. ഒരുപക്ഷെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം.
എന്നാൽ നമ്മളിൽ കുറെ കൂടി മേന്മേറിയ സ്വഭാവ ഗുണം ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ഭാവിയിൽ ദൈവത്താൽ രൂപാന്തരപ്പെട്ടവരായി തീരുന്നത് ഇപ്പോഴേ ദർശിച്ച് അവരോട് സ്നേഹത്തോടു കൂടി വർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവിക സ്വഭാവം തന്നെ നമ്മുടെ വിനിമയത്തിലൂടെ പുറപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരമോന്നത ദാനം. ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളത്തിൻ്റെ ലേഖനം. ദൈവം നമുക്ക് നൽകിയ പരമോന്നതമായ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ഈ ദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. ഈ ദാനം എങ്ങനെ ആർജിക്കണമെന്നും പരിശുദ്ധാത്മാവിനെ നമ്മിലും നമ്മോടൊപ്പവും നിലനിർത്തണമെന്നും ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയും യൗസേപ്പും ഈശോയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരായിരുന്നു എന്ന് നമുക്കറിയാം. തനിക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് മറിയം മനസ്സിലാക്കിയപ്പോൾ തന്നെ ആരംഭിച്ചു ഈ നയിക്കപ്പെടൽ. മത്തായി 1:18. മറിയത്തിൻ്റെ ഗർഭത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യൗസേപ്പ് തൻ്റെ നിശ്ചയിക്കപ്പെട്ടിരുന്ന വിവാഹം ഉപേക്ഷിക്കുവാൻ സ്വകാര്യമായി തീരുമാനിക്കുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:19-20. സ്വർഗസ്ഥനായ പിതാവ് യേശുവിൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു. മാമോദീസ സ്വീകരിച്ച ഈശോ നദിയിൽ നിന്നും കയറിയ ഉടനെ ആയിരുന്നു അത് സംഭവിച്ചത്. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവനിൽ വസിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:16-17 വാക്യങ്ങൾ. സ്നാപക യോഹന്നാൻ ജനങ്ങളോട് യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ വലിയവനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവൻ്റെ ചെരുപ്പിൻ്റെ വളികൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. മർക്കോസ് 1:7-8 വാക്യങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ സക്കറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും യോഹന്നാൻ്റെ പിറവി അറിയിക്കുകയും ചെയ്തപ്പോൾ മാലാഖ പറഞ്ഞു, യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരിക്കും. യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് യേശു പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞു, മനുഷ്യർ ചെയ്യുന്ന ഏതു പാപവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. മത്തായി 12:31-32 വാക്യങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. യേശു വിശുദ്ധ ഗ്രന്ഥം തുറന്നു വായിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുന്നത് ഈ ആത്മാവാണ്. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:15-17 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും യേശു ചൂണ്ടിക്കാട്ടി.
നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:25 മുതൽ 20. പിതാവിൻ്റെ പക്കലേക്കുള്ള തൻ്റെ മടക്കത്തെക്കുറിച്ച് ശിഷ്യന്മാരെ അറിയിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാതിരുന്നാൽ സഹായകൻ വരികയില്ല. ഞാൻ പോയാൽ ഞാൻ അവനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. അവൻ വരുമ്പോൾ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിക്കായി അയക്കുന്ന പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടാനും നയിക്കപ്പെടാനും നിയമിക്കപ്പെടാനും ഒരുക്കപ്പെടാനും അനുവദിക്കാൻ നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും കീഴ്പ്പെടുത്തുവാനും സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നിത്യസഹായകനായ ദൈവശക്തിയെ എന്നിൽ വന്നു നിറയണമേ. എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിക്കണമേ. ഈശോ പറഞ്ഞവയെല്ലാം അനുസ്മരിപ്പിക്കണമേ. ആമേൻ. ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ VC-യുടെ പരിശുദ്ധാത്മ ശക്തി എന്ന ലേഖനം. വളരെയധികം ജീവിത പ്രശ്നങ്ങളുള്ളവരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. സാമ്പത്തിക പ്രശ്നങ്ങൾ, യഹൂദരെ ഭയന്ന് കഴിയേണ്ട അവസ്ഥ, വിവിധ തരം പ്രയാസങ്ങളും വിഷമങ്ങളും, അറിയാവുന്ന കാര്യങ്ങൾ ഉറക്കെ പറയാൻ കരുത്തില്ലായ്മ, ഇങ്ങനെ പലതരം സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ജീവിതത്തിന് ഉടമകളായിരുന്നു ഈ ശിഷ്യന്മാർ. അവർ സെഹിയോൻ ഊട്ടുശാലയിലിരുന്ന് പരിശുദ്ധാത്മാവ് നിറയാനായി പ്രാർത്ഥിച്ചു. ഒരു നാൾ അഭിഷേകമായി പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അവരെല്ലാം അരൂപി കൊണ്ട് നിറഞ്ഞു. അവരുടെ ജീവിതം ഒരു പുതിയ ജീവിതമായി മാറി. പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നതിന് മുമ്പുള്ള ജീവിതവും ശേഷമുള്ള ജീവിതവും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ശിഷ്യന്മാരിൽ കാണുവാൻ കഴിയും. പഴയതും പുതിയതും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം. പഴയത് കടന്നു പോകുകയും ഒപ്പം പുതിയത് പ്രത്യക്ഷമാവുകയും അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ ഈ ശിഷ്യന്മാരെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും നീങ്ങിപ്പോയി. ഭയം, അസ്വസ്ഥതകൾ, അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടി. പൂർണ്ണമായ അർത്ഥത്തിലുള്ള മാറ്റമെന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കലാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശുശ്രൂഷകളായിരുന്നു യേശുവിൻ്റേത്. അവിടുന്ന് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കുമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ വാഗ്ദാനം നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും അനന്തര തലമുറകൾക്കും ദൈവമായ കർത്താവ് തൻ്റെ പക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഈ പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ചാണ് യേശു തൻ്റെ പരസ്യ ജീവിതകാലത്തെ എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. അവിടുത്തെ ഓരോ വചനവും ആത്മാവ് നിറഞ്ഞതായിരുന്നു. യേശു ദൈവരാജ്യ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയുക പരിശുദ്ധാത്മാവ് ശക്തിക്കാണെന്ന് ഇവിടെ വ്യക്തമാവുന്നു. ഈ സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. സാത്താനെ പരാജയപ്പെടുത്തേണ്ടത് അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് മാനുഷിക ബുദ്ധി മാത്രമാണ്. ബൈബിൾ പറയുന്നു, സാത്താനെ പ്രസാദിപ്പിക്കുന്നവൻ സാത്താൻ്റെ അടിമയാണ്. നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ സ്വഭാവം. അതിനാൽ സാത്താൻ്റെ അടിമയായി തീരുന്നവർ നശിക്കുക തന്നെ ചെയ്യും. സാത്താൻ്റെ വ്യത്യസ്തങ്ങളായ ആക്രമണങ്ങൾ കൊണ്ട് വിവിധ തരം പീഡ അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. ഒരു തളർവാദ രോഗിയോട് യേശു പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. തൽക്ഷണം ആ രോഗി സുഖപ്പെട്ടു. പാപത്തിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. പാപത്തിലായിരിക്കുന്ന വ്യക്തി സാത്താൻ്റെ അടിമയുമാണ്. യേശു പാപം മോചിച്ചപ്പോൾ സാത്താൻ്റെ ശക്തി വിട്ടുപോയി, രോഗസൗഖ്യം കിട്ടി. സാത്താൻ്റെ ശക്തി നമ്മിൽ വിവിധ തരത്തിൽ ഭരണം നടത്തുന്നുണ്ട്. സാത്താനെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചേ മതിയാവൂ.
അനേകർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്നേഹിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നില്ല. സമാധാനം ഒട്ടും തന്നെയില്ല. ഒരു പൈശാചിക പീഡ പോലെ ഹൃദയം ചിന്തകളാൽ വ്യാകുലമായിരിക്കുന്നു, കലുഷിതമായിരിക്കുന്നു. ഈ തിന്മയുടെ ശക്തികളെ നീക്കിക്കളയുവാൻ പരിശുദ്ധാത്മ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം.